കഴിഞ്ഞ പ്രാവശ്യത്തെ രാജസ്ഥാനിൽ നിന്ന് ഇപ്രാവശ്യത്തെ രാജസ്ഥാനിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ലേലം കഴിഞ്ഞിട്ടുള്ള രാജസ്ഥാന്റെ സ്ക്വാഡ് അനാലിസിസും അതുപോലെ തന്നെ അവരുടെ ബെസ്റ്റ് പ്ലേയിങ് 11 നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. രാജസ്ഥാൻ ടീമിലേക്ക് ഒരുപാട് പുതിയ താരങ്ങൾ എത്തിയിരിക്കുകയാണ്. ജോഫ്രെ ആർച്ചറാണ് ഇതിൽ ഏറ്റവും മികച്ച താരം. അതുപോലെ തന്നെ നിതീഷ് റാണയും വന്നിട്ടുണ്ട്. റാണ മികച്ചൊരു ഓൾറൗണ്ടറാണ്. ബൗളിങ്ങിൽ കരുത്ത് പകരാൻ വാനുഡ് ഹസരംഗ, ശ്രീലങ്കൻ ടീമിലെ മികച്ച സ്പിന്നർ. അതുപോലെ തന്നെ ശ്രീലങ്കയുടെ സൂപ്പർ താരം തീക്ഷ്ണ. മുൻപ് മുംബൈ ടീമിലുണ്ടായിരുന്ന ആകാശ് മധുവാള് താരം മികച്ചൊരു ബൗളറാണ്. പക്ഷേ രാജസ്ഥാനിൽ നിന്ന് ഒരുപാട് മികച്ച താരങ്ങൾ പോയിരിക്കുകയാണ്. ബട്ട്ലർ, അശ്വിൻ, ചഹല്, ട്രെന്റ് ബോൾട്ട് അടക്കം താരങ്ങൾ പോയിരിക്കുകയാണ്. പണ്ടത്തെ രാജസ്ഥാൻ ടീമിനെ അപേക്ഷിച്ച് നോക്കിയാൽ ഇപ്പോഴത്തെ രാജസ്ഥാൻ ടീം മോശം തന്നെയാണ്. കാരണം മികച്ച പ്ലേയേഴ്സ് അവർക്ക് അധികമില്ല. ബോൾട്ടിനെ വിട്ടുകൊടുത്ത് ആർച്ചറെ വാങ്ങിയത് മണ്ടത്തരം തന്നെയാണ്. കാരണം ആർച്ചർക്ക് എപ്പോഴും പരിക്കാണ്. താരം ഇപ്പോഴും സ്റ്റേബിൾ അല്ല. ബട്ട്ലറെ വിട്ടുകൊടുത്തതും രാജസ്ഥാൻ ചെയ്ത വലിയ തെറ്റാണ്. എന്തായാലും രാജസ്ഥാന്റെ പുതിയൊരു പ്ലേയിങ് 11 നോക്കാം. ഓപ്പണിങ്ങിൽ സഞ്ജു സാംസൺ, ജയ്സ്വാള് ഇതായിരിക്കും അടുത്ത പ്രാവശ്യം ഇറങ്ങാൻ പോകുന്നത്. അതുപോലെ 3-ാം നമ്പറിൽ റിയാൻ പരാഗ്, 4-ാം നമ്പറിൽ ധ്രുവ് ജൂറൽ, 5-ാം നമ്പറിൽ നിതീഷ് റാണ കളിക്കും. അതുപോലെ ഫിനിഷറായിട്ട് ഷിമ്രോൺ ഹെരിമർ ടീമിലുണ്ട്. ഇനി ജോഫ്രെ ആർച്ചർ, വാനുഡ് ഹസരംഗ, മഹീഷ് തീക്ഷ്ണ, സന്ദീപ് ശർമ്മ, ആകാശ് മധുവാൾ ഇതാണ് രാജസ്ഥാന്റെ ബെസ്റ്റ് പ്ലേയിങ് 11. പക്ഷേ രാജസ്ഥാൻ ടീം മോശമായിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം മുഴുവനും ഇടിപെട്ട താരങ്ങളാണ് രാജസ്ഥാനിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ മോശം താരങ്ങളാണ്. എങ്കിലും സഞ്ജു ഓപ്പണിങ്ങിൽ വന്നതാണ് രാജസ്ഥാന് കരുത്ത് പകരുന്നത്. അതുപോലെ ബൗളിങ്ങിൽ ആകാശ് മധുവാൾ ഉണ്ട്. CSK ടീമിലുണ്ടായിരുന്ന തീക്ഷ്ണയും ഉണ്ട്. ഹസരംഗ മികച്ചൊരു ബൗളറാണ്. പേസ് നിരയിൽ ആർച്ചറുമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് വിലയിരുത്തിയാൽ ഇപ്രാവശ്യം രാജസ്ഥാൻ കുറച്ച് ഡൗൺ ആയിട്ടുണ്ട്. ചഹല്, അശ്വിൻ, ട്രെന്റ് ബോൾട്ട്, ബട്ട്ലർ അടങ്ങുന്ന രാജസ്ഥാനെയല്ല നമുക്ക് കാണാൻ സാധിക്കുന്നത്. പുതിയൊരു രാജസ്ഥാനാണ് ഇപ്രാവശ്യം. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.